ഭീകരപ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും സ്പോൺസർ ചെയ്യുന്നത് പാകിസ്ഥാനാണ്. പക്ഷേ എല്ലായ്പ്പോഴും അവർ അത് നിഷേധിക്കും, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ലാതെ. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ വന്നിച്ച് പറയുന്നു, പാകിസ്ഥാനും ഭീകരതയും തമ്മിലുള്ള ബന്ധം ലോകത്തിന് മുന്നിൽ നമ്മൾ തുറന്നു കാട്ടി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, വിദേശകാര്യമന്ത്രി ജയശങ്കർ വിദേശത്ത് പോകുമ്പോൾ പറയുന്നു, അമിത്ഷാ പറയുന്നു, രാജ്നാഥ് സിംഗ് പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാനെ നമ്മൾ തുറന്നു കാട്ടി. അങ്ങനെ വേണം പറയാൻ. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു മുസ്ലിം പണ്ഡിതൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പുണ്യഭൂമിയാണ്. പക്ഷേ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഒരിക്കലും പുണ്യഭൂമിയല്ല, ഇത് തീവ്രവാദ ഭൂമിയാണ്. എല്ലാ തീവ്രവാദികളെയും സംരക്ഷിക്കുന്ന പാകിസ്ഥാനാണ്. നമുക്ക് നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ചിദംബരം ഹോം മിനിസ്റ്റർ ആയിരുന്നു അന്ന് എൻ്റെ ഓർമ്മ. ഒരു സമയത്ത് അന്നൊക്കെ നടന്നുള്ള സ്ഫോടനങ്ങളുടെ നിരവധി 100-ലധികം സ്ഫോടനങ്ങളാണ് ഇന്ത്യയിൽ നടന്നുള്ളത്. ഒരു സ്ഫോടനത്തെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇവർ പാകിസ്ഥാനാണെന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് മൻമോഹൻ സിംഗും പറഞ്ഞിട്ടുണ്ട്, ഹോം മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിക്കുന്ന യാതൊരു അന്വേഷണങ്ങളും നടത്തിയിട്ടില്ല. ഇന്ന് മാത്രമല്ല, ഒരു തീവ്രവാദ സ്ഫോടനങ്ങൾക്കും അടി കൊടുക്കാൻ വേണ്ടി ഇവരെ സംബന്ധിച്ച് സാധ്യമായിട്ടില്ല. എല്ലാ അടി ഏറ്റുവാങ്ങിക്കുന്നവരാണ് ഇന്ത്യ. അത് 1947 തുടങ്ങിയിട്ടുള്ള അവസ്ഥ. പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചിട്ട് ഇന്നത്തെ POK അവരന്ന് കീഴ്പ്പെടുത്തിയ സ്ഥലമാണ്. ആ കീഴ്പ്പെടുത്തിയ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നറിയാമോ? അതിബുദ്ധിമാനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അംബേദ്കറുടെ പോലും ആലോചിച്ചില്ല, ശ്യാം പ്രസാദ് മുഖർജിയോട് ആലോചിച്ചില്ല, ആചാര്യ കൃപലാനോട് ആലോചിച്ചില്ല. അവരോടൊന്നും ആലോചിക്കാതെ കണ്ട് ഈ വിഷയം നേരെ കൊണ്ടുപോയിട്ട് UN കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോഴേക്കും പാകിസ്ഥാൻ ഒരു സ്ഥലം പിടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാൻ ആ സമയത്ത് UN പറഞ്ഞു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ POK ഇന്ത്യയിൽ നിന്ന് വിട്ട് പാകിസ്ഥാനിലേക്ക് എത്തിച്ചതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാണ്, വേറെ ആർക്കുമില്ല. അതിൽ നെഹ്റുവിൻ്റെ കെടുകാര്യസ്ഥതയും കഴിവുകേടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള നിരവധി കഴിവുള്ള ആളുകളുണ്ടായിരുന്നല്ലോ, നേരത്തെ പറഞ്ഞവരൊക്കെ. മലയാളിയായിരിക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ജോൺ മത്തായി അടക്കം കഴിവുള്ളവരാണ്. ഇവരായിട്ടൊന്നും അദ്ദേഹം ചർച്ച ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈ കഴിവുള്ളവരെ ഓരോരുത്തരെയായിട്ട് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയവരെ കൊണ്ട് രാജിവെപ്പിക്കേണ്ട സാഹചര്യം വന്നു. നമുക്കറിയാം, ജോൺ മത്തായി ധനകാര്യ വകുപ്പ് മന്ത്രിയായതിനു ശേഷം അവിടെ നിന്ന് രാജിവെച്ചിട്ട് NBTയുടെ ചെയർമാനായി, അവിടെ നിന്ന് വന്നിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി. അപ്പോൾ ഒരു ഇന്ത്യൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിച്ചേരത്തക്ക രീതിയിൽ അദ്ദേഹത്തെ താഴേക്ക് കൊണ്ടുപോകുന്നതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിന് കാരണം പലപ്പോഴും പാകിസ്ഥാന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഈ നെഹ്റുവിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് പാകിസ്ഥാൻ മുഴുവൻ തീവ്രവാദ കേന്ദ്രങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മൾ പഹൽഗാമിൻ്റെ ഭാഗമായിട്ട് തിരിച്ചടിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ 9 സ്ഥലത്ത് കടന്നാക്രമണം നടത്തിയല്ലോ. ഈ 9 തീവ്രവാദ കേന്ദ്രങ്ങളാണ്. അത് ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രങ്ങളാണ്, ജെയ്ഷ് മുഹമ്മദിന്റെ കേന്ദ്രങ്ങളാണ്, അൽ ഖ്വയ്ദയുടെ കേന്ദ്രങ്ങളാണ്, ഈ തരത്തിൽപ്പെട്ട കേന്ദ്രങ്ങളാണ്. പാകിസ്ഥാന് വേദനിക്കുന്നത് ഒരിക്കലും സിവിലിയൻസിനെ ആക്രമിച്ച പാകിസ്ഥാന് വേദനിക്കില്ല. നമ്മൾ നോക്കിയിട്ടില്ലേ, പാകിസ്ഥാൻ യുദ്ധം വരുന്ന സമയത്ത് നിങ്ങളൊരു അവിടെ പോയിട്ട് ഗ്രാമത്തിൽ പോയിട്ട് ബോംബാക്രമണം നടത്തിക്കോളൂ, 1000 പേര് മരിച്ചു എന്നിരിക്കട്ടെ, പാകിസ്ഥാന് വേദനിക്കുകയില്ല. മറിച്ച് നമ്മളൊരു 9 സ്ഥലത്ത് ആക്രമണം നടത്തി 100 തീവ്രവാദികൾ മരിക്കുന്ന സമയത്ത് പാകിസ്ഥാന് വേദനിക്കും. പാകിസ്ഥാന് പ്രധാനമന്ത്രി ആ ചടങ്ങിൽ, അതിൻ്റെ ഫ്യൂണറൽ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും, അവിടുത്തെ സൈന്യാധിപൻ പങ്കെടുക്കും, അവരെല്ലാവരും പങ്കെടുക്കും. കാരണം എന്താ അവർ പറയുക? ഇവരാണ് അവരുടെ സിവിലിയൻസ്. സിവിലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് തീവ്രവാദികളെയാണ്. ആ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ 2014 ഈ NDA സർക്കാർ അധികാരത്തിലേക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ മുംബൈ, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഫോടനം ഉണ്ടാവും. പക്ഷെ ഒരു നടപടിയും തിരിച്ചുണ്ടാകാറില്ലായിരുന്നല്ലോ. പക്ഷേ അമിത്ഷായുടെ കാലത്ത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലത്ത് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അമിത്ഷാ തന്നെ രംഗത്ത് വരും, ഞങ്ങൾ തിരിച്ചടി കൊടുക്കും. ഇപ്പോഴാണ് ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്നത് പാകിസ്ഥാന്റെ ഭീകരബന്ധം ഞങ്ങൾ തുറന്നു കാട്ടിയെന്ന്. അപ്പോൾ ഈ മുമ്പുണ്ടായിരുന്ന ഈ സംഭവങ്ങളിലൊക്കെ എന്തിനായിരിക്കും ഇന്ത്യ മൗനം പാലിച്ചത്? ഈ മൗനം പാലിക്കുന്നതിന് വലിയ ഞാൻ എൻ്റെ ഡേറ്റ പെട്ടെന്ന് വായിക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഇവരെത്തിയതിനു ശേഷം 2005 ഡൽഹിയിൽ സ്ഫോടനം നടത്തി. 70 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. വാരണാസി സ്ഫോടനത്തിൽ 21 പേര് 2006 തന്നെ മുംബൈ ലോക്കൽ ട്രെയിനിലെ സ്ഫോടനത്തിൽ 209 പേരാണ് കൊല്ലപ്പെട്ടത്. 2007 ഡൽഹി ലാഹോർ സംഝോത എക്സ്പ്രസ്സിൽ 68 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. 2007 ഹൈദരാബാദില് ലുംബിനി പാർക്കില്, അവിടെ ഇതേപോലെ തന്നെ പാർക്കിലാണ് 42 പേരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. 2008 അഹമ്മദാബാദില് അവിടെ 56 മിനിറ്റ് കൊണ്ട് 21 സ്ഫോടനങ്ങൾ ഉണ്ടായി, 56 പേര് മരിച്ചു. 2008 മുംബൈയില് നമ്മൾ ഏറ്റവും വിഖ്യാതമായിരിക്കുന്ന മുംബൈ സ്ഫോടനം, അതിനകത്ത് 166 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ഇതുകൂടാണ്ട്
ഇത് കൂടാതെ കണ്ടാണ് 2004-ലും 2014 ഇടയ്ക്ക് ഏകദേശം 100ഓളം സ്ഫോടനങ്ങൾ ഇന്ത്യയെ ഒട്ടാകെ ഉണ്ടായിരുന്നു. ഈ സ്ഫോടനത്തിന് ഒന്നും അടി കൊടുത്തിട്ടില്ല. ഇത് ചോദിക്കുന്ന സമയത്ത് പട്ടാളക്കാർ തയ്യാറാണ്. ഇന്ത്യൻ പട്ടാളം കരുത്തുള്ള പട്ടാളമാണ്. ആ പട്ടാളക്കാര് നമുക്കറിയാലോ 971 യുദ്ധം ജയിക്കുന്നത് എങ്ങനെയാണ്. 971 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് മനേക്ഷ പറയുന്നത് ഞങ്ങൾക്ക് പട്ടാളത്തിന് നിങ്ങൾ അനുമതി തരണം എന്നുള്ളതാണ്. പട്ടാളത്തിന് അനുമതി കൊടുത്ത സമയത്താണ് 13 ദിവസക്കാലം കൊണ്ടാണ് 1 ലക്ഷം വരുന്ന പട്ടാളക്കാരെയാണ് ഇവിടെ പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ ഇവിടെ തടങ്കലിലാക്കാൻ നമുക്ക് സാധിച്ചു. 90,783 പേരെയാണ് ഈ മുഴുവൻ ആളുകൾ വിട്ടുകൊടുത്തു ഇന്ദിരാഗാന്ധി സിംല കരാറിന്റെ ഭാഗമായിട്ട്. യാതൊരു ഉപാധിയില്ലാതെ, ഒരു ഉപാധിയില്ലാതെ കണ്ട് നമ്മൾ പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെ സർക്കാരുകൾ ചെയ്താണ്. ഈ പറയുന്ന സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ തിരിച്ചടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ തിരിച്ചടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, നമ്മളെല്ലാം സമാധാനത്തിന്റെ ആളുകളാണ്, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പക്ഷെ ഒന്നുണ്ട്, ഷഠനോട് ശാഠ്യം തന്നെയാണ് പരിഹാരം. ഷഠനായിരിക്കുന്ന ആളോട് സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പാകിസ്ഥാന് മനസ്സിലാകുന്ന ഭാഷ അത് നരേന്ദ്രമോദി കൊടുക്കുന്ന ഭാഷയാണ്, അത് അമിത്ഷാ കൊടുക്കുന്ന ഭാഷയാണ്, അത് രാജ്നാഥ് സിംഗ് കൊടുക്കുന്ന ഭാഷയാണ്. ശക്തമായുള്ള തിരിച്ചടി കൊടുത്ത സമയത്താണ് മിനിറ്റുകൾക്കകം പാകിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, പാകിസ്ഥാന്റെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി, പാകിസ്ഥാന്റെ കരസേനാ മേധാവി അവരൊക്കെ ഇന്ത്യയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തയ്യാറായി. ആദ്യം അവരൊന്നും തയ്യാറായിരുന്നില്ല. ഇപ്പൊ നമ്മൾ പിൽക്കാലത്ത് ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നുണ്ട് അത് ട്രംപ് കൊണ്ടുവന്ന വിജയമാണ്. അത് രാഹുൽ ഗാന്ധി നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ കൊച്ചു പിള്ളേർ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ദേഷ്യം വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ധാരാളം മണ്ടത്തരങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിലൊരു മണ്ടത്തരം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യയിൽ വെച്ചിട്ടല്ല. അദ്ദേഹം വാരണാസി പോയിട്ട് കുറ്റപ്പെടുത്തില്ല, അദ്ദേഹം ഡൽഹിയിൽ വെച്ചിട്ട് കുറ്റപ്പെടുത്താറില്ല, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായിരുന്ന വയനാട് വന്നിട്ടും അദ്ദേഹം കുറ്റപ്പെടുത്താറില്ല. അദ്ദേഹം ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം അത് അമേരിക്കയാണ്. കാരണം ജോർജ് സോറോസിനെ കാണുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യം വരിക. അപ്പൊ ജോർജ് സോറോസ് പറയും, ഇടമോനെ അത് പറ, ഇടമോനെ ഇത് പറ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ചാടിക്കളിക്കട കുഞ്ഞിരാമൻ എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞിരാമൻ ചാടിക്കളിക്കുന്ന പോലെ അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് മാത്രമാണ് ടി ആർ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും അതിശക്തമായ രീതിയിൽ ഭാരതത്തിന്റെ സർക്കാർ, ഭാരതത്തിന്റെ പട്ടാളം പാകിസ്ഥാന് അവരെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് അടികൊടുത്ത സമയത്ത് ഈ സമയത്താണ് അവർക്ക് സമാധാനം ആവശ്യമുള്ളൂ. അപ്പൊ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് സർക്കാർ അല്ലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പാക്കികളെ എങ്ങനെ സഹായിച്ചോ അതിനെ മുഴുവൻ പൊളിച്ചെടുക്കാൻ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം സാധിച്ചു, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മോഡി സർക്കാരിന് മാത്രമാണ് സാധിച്ചതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ കോൺഗ്രസ്സുകാരനെ നോക്ക്, കോൺഗ്രസ്സുകാരന് സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും കോൺഗ്രസ് സമാധാനത്തിന്റെ കാലഘട്ടത്തിൽ ഒഴിച്ചിട്ടില്ല. ഒരിക്കലും കോൺഗ്രസ്സുകാർ സമരം നടത്തിയിട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടുത്തെ കോൺഗ്രസിന് ഒരു പങ്കുമില്ല. ഇന്നത്തെ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ഈ 1969 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഇന്ദിരാ കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിന് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താ പങ്കുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് കോൺഗ്രസ്സുകാരാണ് പങ്കെടുത്തിട്ടുള്ളത് ഒന്ന് പറയട്ടെ. ഇന്ദിരാഗാന്ധി പങ്കെടുത്തിട്ടുണ്ടോ? കോൺഗ്രസിന് ഏതെങ്കിലും നേതാവ് പങ്കെടുത്തിട്ടുണ്ടോ? ഇവിടെ ആകെ പങ്കെടുത്തത് RSSന്റെ സ്ഥാപകനായിരിക്കുന്ന ഡോക്ടർ കേശവ് ബൽറാം ഹെഗ്ഡേവാറാണ് മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ആള്. അത് 1923 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. അതിനുമുമ്പ് അദ്ദേഹമാണ് ജയിലിൽ കിടന്നത്. അതേപോലെ തന്നെ മറ്റൊരാള് ശ്യാം പ്രസാദ് മുഖർജി, അദ്ദേഹമാണ് പിൽക്കാലത്ത് ജനസംഘം തുടങ്ങിയത്. ആ ജനസംഘ സ്ഥാപകനായിരിക്കുന്ന ശ്യാം പ്രസാദ് മുഖർജി 29ാമത്തെ വയസ്സിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള ആള് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. അല്ലാതെ കണ്ട് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാര്, അതിൻ്റെ സ്ഥാപകന്മാര്, നിലവിലിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്മാര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം അവരാരും ജയിലിൽ കിടന്നിട്ടില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ കോൺഗ്രസ് പ്രസ്ഥാനമായിട്ട് മഹാത്മാഗാന്ധിക്ക് യാതൊരു ബന്ധവുമില്ല. ഇന്നത്തെ പ്രസ്ഥാനം ഈ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ ഏറ്റവും വലിയ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇവരുടെ ഉപദേശകനായിട്ട് വരുന്ന ആള് ജോർജ് സോറസ് ആണ്. സാമ്പിത്രോടെയാണ് ഇവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമില്ല, ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല, പാകിസ്ഥാന്റെ ആക്രമണത്തെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല. ചൈന ഇന്ത്യയിലേക്ക് ആക്രമിക്കുന്ന സമയത്ത് ചൈനയിൽ പോയിട്ട്
പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ട്. 1959 അദ്ദേഹം ചൈനയിൽ പോയത്. ആ സമയത്ത് ചൈനയിൽ അവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷന്റെ പേരിൽ 4.5 കോടി ജനങ്ങളെയാണ് മാവോയിസ്റ്റും കൊലപ്പെടുത്തിയത്. 4.5 കോടി ജനങ്ങൾ. ഇത് തിരിച്ചറിയാൻ നെഹ്റുവിന് സാധ്യതയില്ല. നെഹ്റു ആ സമയത്ത് അവിടെ ഇരുന്ന് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് ഒരു റോഡിന് പേര് ഇട്ടു, പഞ്ചശീല മാർഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ തരം വിവരക്കേടുകൾ, ആഭാസത്തരങ്ങൾ കാണിക്കുന്നതിൽ നെഹ്റു കുടുംബത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതിൻ്റെ പേരിലാണ് 1962 ചൈനീസ് വാറ് നെഹ്റു വരുത്തിവെച്ച വാറാണ്. നെഹ്റുവിൻ്റെ വിവരക്കേടിൻ്റെ വാറാണ്, നെഹ്റുവിൻ്റെ പിടിപ്പുകേടിൻ്റെ വാറാണ്. അല്ലെങ്കിൽ എന്തിനാ അവിടെ ഈ പറയുന്ന 4 കോടി ജനങ്ങൾ മരിച്ചു വീഴുന്ന ഒരു സ്ഥലത്ത് അവിടെയുള്ള നദികളെല്ലാം വറ്റി വരണ്ടു. ആ സമയത്ത് കടുത്ത ദാരിദ്ര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബുദ്ധമതക്കാരാണ് ചൈനയിൽ താമസിക്കുന്നത്. അവരെങ്ങനെയാ പച്ച മാംസം കഴിക്കുക? അവർ ഹിന്ദുമതത്തിൽ എന്താ വിട്ടുപോകാൻ കാരണം എന്താ? അഹിംസയ്ക്കെതിരായിട്ടാണ്. ബുദ്ധൻ പറഞ്ഞ എന്താ? അഹിംസയെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണോ ചൈനയിലെ ബുദ്ധമതക്കാർ ചെയ്യുന്നത്? അവർ പച്ചമാംസമാണ് കഴിക്കുന്നത്. അവർ നിർബന്ധിതരാണ്. ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടായ സ്ഥലമാണ് ഇത്. ഞാൻ പറഞ്ഞൊന്നുമല്ല, ചൈനക്കാരായിരിക്കുന്ന എഴുത്തുകാർ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വച്ചിട്ട് കോൺഗ്രസ് പ്രസ്ഥാനം വിഷയങ്ങൾ പഠിക്കാതെ കണ്ട്, ചരിത്രം പഠിക്കാതെ കണ്ട്, ഭാരതം എന്താണെന്ന് മനസ്സിലാക്കാതെ കണ്ട്, പാകിസ്ഥാൻ എന്താണെന്ന് മനസ്സിലാക്കാതെ കണ്ട്, ചൈന എന്താണെന്ന് മനസ്സിലാക്കാതെ കണ്ട് നാട് ഭരിച്ച സമയത്തുണ്ടായിട്ടുള്ളത് നാട് കുട്ടിച്ചോറായി എന്നത് മാത്രമേ ഫലമുള്ളൂ. ഇവിടെ അഴിമതി ഉണ്ടായി, ഇവിടെ കെടുകാര്യസ്ഥിതി ഉണ്ടായി, ഇവിടെ പട്ടിണി ഉണ്ടായി. ഇന്ത്യയിൽ 50% പേർക്ക് കുടുംബമില്ലാണ്ടായി, 80% പേർക്ക് കക്കൂസിലുണ്ടായി. 1975 കോടി ജനങ്ങളിലും 30.6 കോടി ആളുകളുടെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം പോലും വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ടാണ്. അവർക്ക് ഒരിക്കലും പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഒരു പരിപാടിയും പദ്ധതിയും അവരെ സംബന്ധിച്ചില്ല. അവിടെ പരിഹാരം കണ്ടെത്തിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. അതുകൊണ്ടാണ് ഇതിനെ ശക്തമായിട്ട് നേരിടാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി എന്ന് പേര് കേൾക്കുമ്പോഴാണ് സാധാരണ പാകിസ്ഥാൻ്റെ എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളിലും തീവ്രവാദ നേതാക്കന്മാരെ സംബന്ധിച്ചും ഭയപ്പാടുണ്ടാവുന്നത് നരേന്ദ്രമോദിയുടെ പേര് കേൾക്കുന്ന സമയത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.